കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ഭൂമി തിട്ടപ്പെടുത്തൽ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. സ്വകാര്യ ഭൂമി എത്ര, വയലെത്ര, കായലെത്ര, കാടെത്ര എന്നെല്ലാം നാം അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇതെല്ലാം തിട്ടപ്പെടുത്താൻ നാം ഒരു റീസർവേ 1966 തുടങ്ങിയതാണ്. സർവേ വകുപ്പിന്റെ കാര്യക്ഷമതയും ഉദ്യോഗസ്ഥരുടെയും സർക്കാരുകളുടെയും താൽപ്പര്യവും പിടിപ്പും മൂലം ഇതുവരെ അതൊന്നുമായിട്ടില്ല. അതാകാത്തതുകൊണ്ട് തന്നെ കയ്യേറ്റവും അന്യാധീനപ്പെടലും തുടരുന്നു. സാധാരണക്കാരുടെ ഇടയിലൊക്കെ നടക്കുന്ന കൈമാറ്റങ്ങളിൽ നമ്മളൊരു ഭൂമി കണ്ടു, കൈമാറ്റത്തിന് രേഖയുണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കൈവശം വന്ന് നമ്മൾ വീട് വെച്ചു താമസിക്കുന്നു. അതേസമയം മാഫിയ പ്രവർത്തനങ്ങളിൽ അങ്ങനെയല്ല. അവരൊരു ഭൂമി ആദ്യം കാണുന്നു, ആ ഭൂമി നമുക്കെങ്ങനെ സ്വന്തമാക്കാം. അപ്പോൾ ആദ്യം അതിൻ്റെ സർവേ നമ്പർ അത് അന്വേഷിക്കുന്നു. ഇപ്പോൾ സർവേ നമ്പർ അന്വേഷിച്ച് കിട്ടാൻ മാർഗ്ഗം വലിയ താമസമൊന്നുമില്ല. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട് സർവേ നമ്പർ കിട്ടുന്നു. ആ സർവേ നമ്പറിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഒരു ഉദ്ദേശ വിസ്തീർണം വെച്ച് ആധാറിൻ്റെ രജിസ്റ്റർ. അപ്പോൾ ആധാറിൻ്റെ രജിസ്റ്റർ ചെയ്യാൻ ഭാഗപത്രൻ്റെ രജിസ്റ്റർ ചെയ്താലും മതി, കുടുംബാംഗങ്ങൾ തമ്മിലുള്ളൊരു പാർട്ടീഷനായാലും മതി. അങ്ങനെ ഒരു പാർട്ടീഷൻ നടത്തുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ആധാരം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആ ആധാരത്തെ വ്യാജമായി പോക്കുരയുക. അതിന് കുറേ ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടുണ്ട്. HMTയുടെ ഭൂമി വിൽപ്പനയല്ല യഥാർത്ഥ പ്രശ്നം.